അപ്പം ഈ പരീക്ഷയ്ക്ക് എങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവും ഈ റിട്ടൺ ടെസ്റ്റില്, അതുപോലെ തന്നെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് വേണമെങ്കിലും ചിന്തിക്കാവുന്നതാണ് ഈ MMST കോഴ്സില് എന്തെല്ലാം കാര്യങ്ങളായി 3 വർഷം കൊണ്ട് നിങ്ങൾ പഠിക്കുന്നത്? അതിന്റെ ഒരു കോഴ്സ് സ്ട്രക്ചർ ഒന്ന് ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫീൽഡ് ഓഫ് ലോയിലും നമുക്ക് പ്രാക്ടീസ് സ്പെഷ്യലൈസേഷൻ കൊടുക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ അതോ വേറെ എവിടെയെങ്കിലും? ആ ഒരു മോഡേൺ ടെക്നോളജി ഒക്കെ ആയിട്ട് എപ്പോഴും അടുത്ത് നിൽക്കുന്നവർക്ക് ഈ ഫീൽഡ് വളരെ യോജിച്ചതായിരിക്കും. ബൈബിളിന്റെ കരിയർ ട്രാക്ക് സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മാത്യു സാവിയോയാണ്. ബിടെക് കഴിഞ്ഞിട്ട് LLBക്ക് പഠിക്കുകയാണ് മാത്യു സാവിയോ IIT ഖരഗ്പൂരിൽ. അപ്പോൾ രണ്ട് രീതിയിൽ ഒരു കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന്, ബിടെക് കഴിഞ്ഞിട്ട് നമുക്ക് LLB പോലെ ഒരു പ്രൊഫഷണൽ കോഴ്സ് കോഴ്സ് ചെയ്യാന്നുള്ള ഒരു കാര്യം. രണ്ടാമത് IIT ഖരഗ്പൂർ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ LLB പോലെയുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരു കൗതുകമുണർത്തുന്ന ഒരു കരിയർ ട്രാക്കാണ് മാത്യൂസിൻ്റെത്. അപ്പോ മാത്യൂസ്, ബൈബിളിലേക്ക് സ്വാഗതം. സന്തോഷം. ഓക്കെ, മാത്യൂസ്, അങ്ങനെ അധികം പേരൊന്നും ഫസ്റ്റ് ചെയ്യാത്ത ഒരു രീതിയാണ് ബിടെക് കഴിഞ്ഞിട്ട് ലോയർ ആവാൻ പോവാ അല്ലെ? അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തത്? ബിടെക് കഴിഞ്ഞിട്ട് ലോയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അധികം അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് അവിടെ ഒരു സക്സസ് നേടാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കരിയർ ചോയ്സുമാണ്. നമുക്ക് ആ ഒരു എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പം അതിലൊരു ഇൻട്രസ്റ്റ് തോന്നാത്തവർക്ക് ആ ഒരു ടെക്നോളജിക്കൽ നോളജ് അവർ ഗെയിൻ ചെയ്തത് ലോയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ലോയിലും ഒരുപാട് ടെക്നിക്കൽ ഫീൽഡ്സും അതിന്റെ ടെക്നിക്കൽ റിലേറ്റഡ് വർക്കും ഒക്കെ ലോയുടെ ഫീൽഡിലുമുണ്ട്. കാരണം ഇപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിലാണ്. അപ്പൊ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്രിയേറ്റീവ് വർക്കിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്നോവേഷന് നമ്മുടെ നിയമ സംവിധാനം ഒരു പ്രൊട്ടക്ഷൻ നൽകുകയാണ്. നമ്മൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ചാൻസ്, ഒരു എക്സ്ക്ലൂസീവ് ചാൻസ് തരുന്ന ആ ഒരു ഫീൽഡാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പേറ്റന്റ് ഉണ്ടാവും, കോപ്പിറൈറ്റ് ഉണ്ടാവും, അതുപോലെ ട്രേഡ് മാർക്സ്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു റീസെന്റ് ഒരു ഡിവൈസും അങ്ങനെ വരുന്നു. അപ്പം ഇതിനെല്ലാം ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. അപ്പോ എഞ്ചിനീയേഴ്സിനാണ് അവിടെ സ്കോപ്പ് ഉള്ളത്. അപ്പം അത് നല്ലൊരു കരിയർ ചോയ്സ് തന്നെയാണ് ആർക്കും പെർസ്യൂ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ മാത്യു ഇങ്ങനെ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ തന്നെ ഇത് നിശ്ചയിച്ചിരുന്നു എങ്ങനെ ലോയ്ക്ക് പോകണമെന്നുള്ളത്, അതോ എഞ്ചിനീയറിംഗിന് ശേഷം എടുത്തൊരു തീരുമാനമാണോ ഈ ലോയിലേക്ക് മാറണം എന്നുള്ളത്? ലോയിൽ എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ആ ഒരു പ്രൊഫഷനോട് എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയും ലോജിക്കും ഒക്കെ ഒരുപാട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെ. എഞ്ചിനീയറിംഗ് പോലെ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് ഒരുപാട് സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡാണ് ലോ എന്ന് പറഞ്ഞത്. പിന്നെ അതൊരു സയൻസ് സബ്ജക്റ്റിൽ നിന്ന് സോഷ്യൽ സയൻസിൽ വരുമ്പോൾ ഉള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഇൻട്രസ്റ്റ് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ പതുക്കെ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോഴാണ് IIT ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്നും അത് എഞ്ചിനീയേഴ്സിന് ബെസ്റ്റ് ആയിട്ട് സ്യൂട്ട് ചെയ്ത ഒരു കോഴ്സ് ആണെന്നും ഒക്കെ അറിയുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ ചോയ്സ് എളുപ്പമായിരുന്നു. അവിടെ ചെയ്യുന്ന കോഴ്സ് LLB അല്ലേ? LLB കോഴ്സ്. എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടോ? അപ്പൊ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ച് സംസാരിച്ചു അല്ലെ? അപ്പൊ അത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള LLB ആണോ അതോ ജനറൽ ആയിട്ടുള്ള LLB ആണോ? ഈ കോഴ്സിന്റെ പേര് LLB വിത്ത് ഓണേഴ്സ് ഇൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു നോർമൽ ലോ കോളേജിൽ പോയിട്ട് നമ്മൾ ലോ പഠിക്കുന്ന അന്നേരം മാൻഡേറ്ററി ആയിട്ട് പഠിക്കേണ്ട എല്ലാ സബ്ജക്റ്റും നമ്മൾ ഈ കോഴ്സ് പഠിക്കുമ്പോഴും പഠിക്കേണ്ടി വരും. പക്ഷെ അതിന്റെ കൂടെ നമുക്ക് കുറെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്ട്സും കൂടെ ഉണ്ടാവും. അപ്പോ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ഫോക്കസ് ആ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോയിലായിരിക്കും. പക്ഷെ ജനറൽ ആയിട്ടുള്ള ലോ സബ്ജക്ട്സ് ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, അതുപോലെ ഫാമിലി ലോ, ഇതെല്ലാം നമ്മൾ ആ കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പം ഈ കോഴ്സ് എത്ര ഡ്യൂറേഷൻ ആണ്? യൂഷ്വലി 3 കൊല്ലമാണ് LLB നമ്മൾ സാധാരണ നടത്താറുള്ളത്. അതായത് LLB എന്ന് പറയുമ്പോൾ നമുക്ക് 5 ഇയർ LLB കോഴ്സസ് ഉണ്ട്. അത് +2 കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് നേരിട്ട് പോകുന്ന LLB കോഴ്സ്. അപ്പൊ അതൊരു ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആയിരിക്കും. BCom LLB, BA LLB എന്നൊക്കെ പറഞ്ഞു അങ്ങനെയായിരിക്കും. വേറൊരു ഗ്രാജുവേഷനും അതിന്റെ കൂടെ ഉണ്ടാവും.
അതിന്റെ കൂടെ LLB ഉണ്ടാവും. പക്ഷെ ഈ 3 ഇയർ LLB കോഴ്സ് എപ്പോഴും ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ആയിട്ടാണ് വരിക. അപ്പൊ നമ്മൾ ഏത് ഗ്രാജുവേഷൻ ചെയ്ത ആൾക്കും 3 ഇയർ LLB കോഴ്സ് ചെയ്യാം. അത് നമ്മുടെ ലോ അക്കാഡമീസിലൊക്കെ ഈ 3 ഇയർ LLB കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പം ഏത് ഗ്രാജുവേഷൻ ഉള്ളവർക്കും അത് അവിടെ പോയി ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നാഷണൽ ലോ സ്കൂൾസ് ആണ് ഏറ്റവും പ്രീമിയം ആയിട്ട് നമുക്ക് ലോ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ നൽകുന്നത്. നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂർ ഉണ്ട്, അത് വളരെ ഫേമസ്. പിന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ന്യൂആൽസ് ഉണ്ട് കൊച്ചിയിൽ. അതുപോലെ അങ്ങനെ ഒരു ചെയിൻ ഓഫ് നാഷണൽ ലോ സ്കൂൾസ് ഉണ്ട്. അവരാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുക. അപ്പം NUJS എന്ന് പറഞ്ഞിട്ട് കൊൽക്കത്തയിലുണ്ട്, അതുപോലെ ജോധ്പൂരിലുണ്ട് ഒരു നാഷണൽ ലോ സ്കൂൾ. അപ്പം ഇവരൊക്കെയാണ് ഏറ്റവും ടോപ്പിലുള്ള ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് ഇന്ത്യയിലുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ 3 ഇയർ, പക്ഷെ അവരൊക്കെ 5 ഇയർ കോഴ്സസ് ആണ് മേജർലി ഓഫർ ചെയ്യുക. എല്ലാ നാഷണൽ സ്കൂളിലും 5 ഇയർ കോഴ്സസ് ആണ് ഉള്ളത്. 3 ഇയർ കോഴ്സസ് അധികം കണ്ടിട്ടില്ല. പക്ഷെ IIT പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ 3 ഇയർ കോഴ്സ് ആയിട്ടാണ് ഇത് ഓഫർ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഈ IIT-യിൽ വേറെ IIT-കളിൽ ഈ കോഴ്സ് ഉണ്ടോ LLB, അതോ IIT ഖരഗ്പൂർ മാത്രമേ? ഏതൊക്കെ IIT-യിലാണ് ഈ കോഴ്സ് ഉള്ളത്? IIT ഖരഗ്പൂരിൽ മാത്രമാണ് ഈ ലോ കോഴ്സ് ഉള്ളത്. ബാക്കി IIT-യിലൊക്കെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ സ്പെഷ്യലൈസ് ചെയ്ത് ഡിപ്ലോമ അങ്ങനത്തെ കോഴ്സസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു കംപ്ലീറ്റ് ലോ കോഴ്സ് ആയിട്ടുള്ളതും ഒരു ലോ സ്കൂൾ ഉള്ളതും IIT ഖരഗ്പൂരിന് മാത്രം. അതുപോലെ IIT ഖരഗ്പൂരിൽ ഇപ്പോൾ ഒരു മെഡിക്കൽ സ്കൂളും കൂടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിനാണെങ്കിൽ MBBS ഗ്രാജുവേറ്റ്സിന് MMST എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ്, മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി. ആ മെഡിസിനും ടെക്നോളജിയും തമ്മിലുള്ള ആ ഒരു ഇന്റർഫേസിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു കോഴ്സും IIT-യിലുണ്ട്. അപ്പം മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് വേണമെങ്കിലും ചിന്തിക്കാവുന്നതാണ് ഈ MMST പോലത്തെ ഒരു. ഓക്കെ, അതൊരു പുതിയൊരു ഇൻഫർമേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ എൻട്രൻസ് എങ്ങനെയാണ് നടക്കുന്നത്? എപ്പോഴാണ് ആപ്ലിക്കേഷൻ വിളിക്കാറ്? എൻട്രൻസിൽ എന്തെല്ലാം ചോദ്യങ്ങൾ ഉണ്ടാവും? അങ്ങനത്തെ കാര്യം ഒന്ന് പറയാം. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു എൻട്രൻസ് ആണ്. അത് IIT ഖരഗ്പൂർ തന്നെ നടത്തുന്ന. കാരണം IIT സിസ്റ്റത്തിൽ ആകെ ഖരഗ്പൂരിന് മാത്രമേ ഈ കോഴ്സ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഖരഗ്പൂർ തന്നെയാണ് ഈ എൻട്രൻസ് നടത്തുക. അപ്പൊ ആ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ 2 ഫേസസിലാണ്. ആദ്യം നമുക്കൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ ഉള്ളത് ഇന്റർവ്യൂ. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് റിട്ടേൺ ടെസ്റ്റിന്റെ പിറ്റേ ദിവസം തന്നെ എല്ലാ കാൻഡിഡേറ്റ്സിനും ഇന്റർവ്യൂവും നടക്കും. ചിലപ്പോൾ ഓൺലൈൻ ആയിട്ടായിരിക്കും, ചിലപ്പോൾ അവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആള് വന്നിട്ട് ആ ടെസ്റ്റ് സെന്ററിൽ തന്നെ വെച്ച് നടത്തുമായിരിക്കും. അപ്പം അങ്ങനെയാണ് ടെസ്റ്റിന്റെ ഒരു ആ ഫേസസ് അങ്ങനെയാണ്. അപ്പോൾ എല്ലാ വർഷവും നമുക്കൊരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ വരും ഈ ഒരു കോഴ്സിന്റെ. അപ്പം ഒരു 45 സ്റ്റുഡൻസിനെയാണ് പെർ ഇയർ ഇൻടേക്ക് ഉള്ളത്. അത് ചിലപ്പോൾ വേരി ചെയ്യും, 30 to 45 ഒക്കെ അവരുടെ ചോയ്സ് അനുസരിച്ച് അവര് ആളെ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യും. അപ്പം ആ ഒരു ഞാൻ പറഞ്ഞ പോലെ ഫെബ്രുവരിയിലാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരിക. മാർച്ച് നോട്ടിഫിക്കേഷനും രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തൊട്ട് രജിസ്റ്റർ ചെയ്യാം. മാർച്ച് ആകുമ്പോൾ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. മെയ്യിലാണ് എക്സാംസ് നടക്കുക. അത്രയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ്. പിന്നെ പതുക്കെ നമുക്ക് ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ക്ലാസ്സസും സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു ഫസ്റ്റ് സെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഈ പരീക്ഷയ്ക്ക് എങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവുക ഈ റിട്ടേൺ ടെസ്റ്റില്? അതുപോലെ തന്നെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നമ്മൾ എങ്ങനെയാണ് അതിനകത്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതൊന്ന് പറയാം. റിട്ടേൺ ടെസ്റ്റില് നമുക്ക് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഇതിൽ പല സെക്ഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമുക്ക് മാത്സ് ആൻഡ് സയൻസ് സെക്ഷനും ഉണ്ട്. മാത്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് നമുക്ക് ഏറ്റവും ട്രിക്കി ആയിട്ടുള്ളത്. കാരണം എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും അതുപോലെ തന്നെ മെഡിക്കൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഒക്കെ ഉള്ളവർക്കാണ് ഇതില് പ്രവേശനം കിട്ടുക. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ അവർ കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാറുണ്ട്. ഒരു ചിലപ്പോ IIT JEE വരെ ലെവലിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ചിലപ്പം അതൊരു കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടും വരും. ഇപ്പോൾ ഞാനൊക്കെ എഴുതുന്ന സമയത്ത് കൊറോണയുടെ ഒക്കെ ആ ഒരു ബിഗിനിങ് സമയമായിരുന്നു. അതുകൊണ്ട് കുറെ ഈ വൈറസിനെ പറ്റിയും
അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അപ്പൊ നമ്മൾ ഒരു ജനറലി ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കുന്ന ഒരാൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു അന്നേരം ക്വസ്റ്റ്യൻസ് വന്നത്. പക്ഷെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആ ഒരു ഏരിയയിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും, ഇച്ചിരി ടഫ് ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ അധികം അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിലും നമുക്ക് മിച്ചമുള്ള ഇംഗ്ലീഷും ഉണ്ട്, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ് ഉണ്ട്, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, ഈ 3 പോർഷൻസ് വേറെ ഉണ്ട്. അപ്പം അവിടുത്തെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ടും നമുക്ക് ആ ഒരു സയൻസ് സബ്ജക്റ്റിൽ നമ്മൾ ഇച്ചിരി അതെന്തായാലും ഒരു ബുദ്ധിമുട്ട് വരും, കാരണം അത്രയും ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി ആ 3 ഇംഗ്ലീഷ്, ലോജിക്കൽ റീസണിങ്, പിന്നെ നമുക്ക് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ ഈ സെക്ഷൻസിൽ നമുക്ക് പിടിക്കാവുന്നതേ ഉള്ളൂ അവിടെ പോകുന്ന മാർക്കൊക്കെ. അപ്പോ ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എളുപ്പമുള്ള രീതിയിലുള്ള റീസണിങ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആണ് നമ്മൾ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ലോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ആള് ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം മേജർ പോർഷൻ ഓഫ് ക്വസ്റ്റ്യൻസും വരുന്നത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് തന്നെയാണ്. ഒരു 50% ഓഫ് ക്വസ്റ്റ്യൻസ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് വരും. അതിലൊരു 100% ആക്യുറസി ഉണ്ടെങ്കിലും മാത്രമേ നമുക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് നമുക്ക് ക്ലാറ്റ് എന്ന് പറഞ്ഞിട്ട് നാഷണൽ ലോ സ്കൂളിലേക്കുള്ള എൻട്രൻസ് എക്സാം ഉണ്ട്. അതിന് പ്രിപ്പയർ ചെയ്യാനുള്ള മെറ്റീരിയൽസ് നമുക്ക് കിട്ടും, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ചിട്ട് അത് നല്ല രീതിയിൽ അതിലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. അപ്പോ ഇതിലെന്താന്ന് വെച്ചാൽ നമുക്ക് ഓരോ കേസ് സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കും തരിക ചെറിയൊരു പാരഗ്രാഫിൽ. അപ്പം അതുപോലെ തന്നെ അതിൽ അപ്ലൈ ചെയ്യേണ്ട പ്രിൻസിപ്പിളും ചിലപ്പോൾ തരും, ലോയുടെ പ്രിൻസിപ്പിളും തരും. അപ്പൊ അത് കൃത്യമായിട്ട് ആ പാരഗ്രാഫിൽ ആ ഒരു ഇഷ്യൂവിൽ അപ്ലൈ ചെയ്തിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ 4 ഓപ്ഷൻസിൽ ഏതാണ് ചൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അതാണ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ വരിക. പിന്നെ ഇംഗ്ലീഷിൽ വളരെ എളുപ്പമായിട്ടുള്ള കോംപ്രിഹെൻഷനും അതുപോലെ തന്നെ ചില ഗ്രാമറിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെയാണ്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡിലാണ് ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഗ്രാജുവേഷൻ ഏത് സബ്ജക്റ്റിലാണെങ്കിലും ഈ കോഴ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലേ? ഏത് സബ്ജക്റ്റിലാണെങ്കിലും പറ്റില്ല, നമുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ എഞ്ചിനീയറിംഗിൽ ഏത് എഞ്ചിനീയറിംഗ് ചെയ്യുന്നവർക്കും ഫസ്റ്റ് ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ പറ്റും. അതുപോലെ തന്നെ മെഡിസിൻ ആ ഒരു MBBS കോഴ്സ് ചെയ്തവർക്കും ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായവർക്ക് എലിജിബിലിറ്റി ഉണ്ട്. MBA പഠിച്ചവർക്ക് ഫസ്റ്റ് ക്ലാസ്, എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് വേണം, പാസ്സാകുന്നവർക്ക് എലിജിബിലിറ്റി ഉണ്ട്. പിന്നെ മാസ്റ്റേഴ്സ് സയൻസ് സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ ചെയ്തവർക്കാണെങ്കിൽ മാസ്റ്റേഴ്സും കൂടെ വേണം, MSc വേണം ഏതെങ്കിലും സയൻസ് സബ്ജക്റ്റിൽ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായിരിക്കും. അങ്ങനെ ഉള്ളവർക്കാണ് LLB കോഴ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് നിർബന്ധമാണ്. അപ്പം ആക്ച്വലി കോഴ്സിൽ എന്തെല്ലാം കാര്യങ്ങളായി 3 വർഷം കൊണ്ട് നിങ്ങൾ പഠിക്കുന്നത്, അതിന്റെ ഒരു കോഴ്സ് സ്ട്രക്ചർ ഒന്ന് വിശദീകരിക്കാമോ? ഓക്കെ, കോഴ്സ് 6 സെമിസ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജനറലി നമ്മളൊരു LLB കോഴ്സിന് ചെല്ലുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കുറെ സബ്ജക്റ്റുകളുണ്ട്, മാൻഡേറ്ററി ആയിട്ടുള്ള കുറെ സബ്ജക്റ്റുകളുണ്ട്. കാരണം ഈ കോഴ്സിന് ബാർ കൗൺസിലിന്റെ അംഗീകാരം കൂടെ ഉള്ളതാണ്. അപ്പൊ നമ്മൾ ഈ കോഴ്സ് പഠിച്ചിട്ട് ഈ LLB ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫീൽഡ് ഓഫ് ലോയിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, ഫാമിലി ലോയോ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയോ. അപ്പം അതുകൊണ്ട് തന്നെ ബാർ കൗൺസിൽ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ മാൻഡേറ്ററി സബ്ജക്ട്സും നമ്മൾ ഈ കോഴ്സിൽ പഠിക്കും. ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, ഫാമിലി ലോ, കോൺട്രാക്ട് ലോ, സിവിൽ പ്രൊസീജിയർ ഉണ്ട്, ക്രിമിനൽ പ്രൊസീജിയർ ഉണ്ട്, കമ്പനി ലോ ഉണ്ട്. അങ്ങനെ ഒരുപാട് ലോ സബ്ജക്ട്സ് നമ്മൾ പഠിക്കും. അതിന്റെ കൂടെ തന്നെ നമ്മൾ പ്രത്യേകം നമുക്കൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോയിൽ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയതുകൊണ്ട് തന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി സബ്ജക്ട്സ് നമുക്ക് എല്ലാ സെമിസ്റ്ററിലും തന്നെ ഉണ്ടാവും. അപ്പോൾ കോപ്പി റൈറ്റിന് ഒരു പേപ്പർ ഉണ്ട്, അതുപോലെ തന്നെ പേറ്റന്റ് ലോയ്ക്ക് ആണെങ്കിൽ 3 പേപ്പർ ഉണ്ട്. പേറ്റന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. അതുപോലെ GI, ട്രേഡ് മാർക്സ്, ഇതിനെല്ലാം നമുക്ക് ഓരോ സബ്ജക്ട്സ് ആയിട്ട് ഉണ്ട്. അപ്പം ഇതിപ്പോ 3 എന്തെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ പാർട്ടായിട്ട് കോഴ്സിന്റെ അവസാനം, അങ്ങനെ എന്തെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പരിപാടിയാണോ? അല്ലല്ല, നമുക്ക് വളരെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ സെമസ്റ്ററിലും മൂഡ് കോർട്ട് ഉണ്ട്. ആദ്യത്തെ 4 സെമസ്റ്ററിൽ
മൂഡ് കോർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് മൂഡ് കോർട്ട്. 2 ക്രെഡിറ്റ് ഉണ്ട് മൂഡ് കോർട്ടിന്. മൂഡ് കോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് നമുക്കൊരു കേസ് തരുവാണ്. അപ്പൊ നമ്മൾ അതിനെ സ്റ്റഡി ചെയ്തിട്ട് അതിന് വേണ്ടിയ ലോ പോയിന്റ്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് ആർഗ്യുമെന്റ്സ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഒരു കോടതിയിൽ എങ്ങനെയാണോ അഡ്വക്കേറ്റ്സ് വാദിക്കുക അതുപോലെ നമ്മളും വാദിക്കും. നമ്മുടെ പ്രൊഫസർ ആയിരിക്കും അപ്പോൾ ജഡ്ജായിട്ടിരിക്കുക. അതാണ് മൂഡ് കോർട്ടിൽ ഉള്ളത്. അപ്പൊ മൂഡ് കോർട്ട് എല്ലാ സെമിസ്റ്ററിലും മസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ അതിന്റെ പെറ്റീഷൻ തയ്യാറാക്കുന്ന തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് വേണം ഒരു മൂഡ് കോർട്ടിന് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോ കോളേജിലാണെങ്കിൽ നമുക്കൊരു കോർട്ട് റൂം പോലെ അവിടെ ഒരു ഹാള് അവര് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഹാളിൽ പോയിട്ട് ശരിക്കും ഒരു കോർട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും മൂഡ് കോർട്ട്സ് ഫംഗ്ഷൻ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ സെമിസ്റ്ററും കഴിയുമ്പോൾ നമുക്ക് ഇന്റേൺഷിപ്സ് മസ്റ്റ് ആണ്. അപ്പം ഫസ്റ്റ് സെമിസ്റ്റർ കഴിയുമ്പോൾ 2 മാസത്തെ ഇന്റേൺഷിപ്പിനുള്ള ബ്രേക്ക് കിട്ടും. അതുപോലെ അടുത്ത സെക്കൻഡ് സെമിസ്റ്റർ കഴിയുമ്പോൾ ഓരോ ഇയറിലും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമിസ്റ്റർ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇന്റേൺഷിപ്പിന് വേണ്ടിയുള്ള ബ്രേക്ക് ഉണ്ട്. അത് മസ്റ്റ് ആണ്. നമുക്ക് അതിന്റെ സെമിനാറും അതുപോലെ ക്രെഡിറ്റ് ബേസ്ഡും ഒക്കെയാണ്. അപ്പം നമുക്ക് ഏത് ഫീൽഡ് ഓഫ് ലോയിൽ വേണമെങ്കിലും നമുക്ക് പോയി ഇന്റേൺഷിപ്പ് എടുക്കാം. ഏതെങ്കിലും പ്രാക്ടീസിങ് ഒരു അഡ്വക്കേറ്റിന്റെ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ പോയിട്ടോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ സ്കിൽസും കൂടെ. അപ്പം ഈ ഒരു കോഴ്സ് പെർസീവ് ചെയ്യണം എന്നുള്ള ഒരാൾക്ക് നെസസറി ആണ് എന്ന് മാത്യൂസിന് തോന്നുന്ന ചില സ്കിൽസ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ്സ് എന്തൊക്കെയാണ്? എല്ലാവർക്കും പെർസീവ് ചെയ്യാൻ പറ്റുന്നതാണോ അതോ ചില ക്വാളിറ്റീസ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആപ്റ്റിറ്റ്യൂഡ് വേണോ ഇതിന്? എല്ലാവർക്കും പെർസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ആപ്റ്റിറ്റ്യൂഡ് വേണമെങ്കിൽ അത് നമുക്ക് ബിൽഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രയും ഒരു റിക്വയർമെന്റേ ഉള്ളൂ. പക്ഷെ നമുക്ക് അത്യാവശ്യം വേണ്ടിയത് എന്താന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ വായിച്ചും അത് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ്. അത് എല്ലാ ഗ്രാജുവേറ്റിനും വേണ്ടിയതാണ്. ആ രീതിയിലുള്ള കഴിവുകൾ വേണം. അതുപോലെ തന്നെ നമ്മൾ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സോഷ്യൽ സയൻസ് ഒരു സബ്ജക്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ലോ എന്ന് പറയുമ്പോൾ ഒരു സോഷ്യൽ സയൻസ് സബ്ജക്റ്റാണ്. അപ്പൊ അതിന്റെ ആൻസർ റൈറ്റിങ്ങിലും അതുപോലെ അതിന് പഠിക്കുന്നതിലും ഒക്കെ കുറെ വ്യത്യാസങ്ങളുണ്ട്. നമ്മളൊരു സയൻസിൽ കിട്ടുന്ന ആ ഒരു എക്സാക്ട് കൺക്ലൂഷൻസ് നമുക്ക് ഒരിക്കലും ലോയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് തന്നെ അറിയാം, ഒരു കേസ് കോടതിയുടെ പല ലെവലിൽ പോകുമ്പോൾ അതിന്റെ വെർഡിക്റ്റ് മാറി മാറി വരും. അപ്പോ നമുക്ക് അതിനെപ്പറ്റി നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു അനലിറ്റിക്കൽ സ്കില്ലും ലോജിക്കും അതിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രൊഫഷനാണ് ലോ എന്ന് പറയുമ്പോൾ. അപ്പം ആ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നമുക്കൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ വർക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ അതിനുള്ള ടെക്നിക്കൽ സ്കിൽസും ടെക്നോളജിയും ഇന്നോവേഷനിലും ഒക്കെ ഒരു താല്പര്യം ഉള്ളത് വളരെ നല്ലതാണ്. എപ്പോഴും ആ ഒരു മോഡേൺ ടെക്നോളജി ഒക്കെ ആയിട്ട് എപ്പോഴും അടുത്ത് നിൽക്കുന്നവർക്ക് ഈ ഫീൽഡ് വളരെ യോജിച്ചതായിരിക്കും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും. അതുപോലെ ഓക്കെ, അപ്പം അത്രയും ഒരു ആപ്റ്റിറ്റ്യൂഡ് ഒക്കെയാണ് വേണ്ടത്. ഇതാർക്കും ഡെവലപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ആപ്റ്റിറ്റ്യൂഡൊക്കെ. പക്ഷെ എന്തായാലും ലോ പഠിക്കുമ്പോൾ നമ്മൾ കുറെ അവേഴ്സ് ഇരുന്ന് വായിക്കാനും കുറച്ച് ലോങ് അവേഴ്സിന്റെ സ്റ്റഡി റുട്ടീനൊക്കെ ഉണ്ടാക്കാനും അതൊക്കെ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. അത് ഇല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പാടായിരിക്കും. ഓക്കെ. ഇപ്പൊ ഈ IPR സ്പെഷ്യലൈസേഷൻ കൊടുക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ അതോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇന്ത്യയിൽ ഇവിടെ മാത്രമാണ് ലോ കോഴ്സിൽ IPR സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒരു കോഴ്സ് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് ഇപ്പൊ US ആണെങ്കിലും ഇപ്പൊ ജപ്പാനിലൊക്കെ ആണെങ്കിലും ഒക്കെ ഒരുപാട് ലോ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് IPR ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോ LLB കോഴ്സസ് ഓഫർ ചെയ്യുന്നു. ഓക്കെ. അപ്പം ഈ ഒരു പർട്ടിക്കുലർ കോഴ്സ് ഇപ്പം IIT ഖരഗ്പൂരിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാ? നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ എങ്ങോട്ടാ പോയെ? ഓക്കെ, നമുക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന പോലെ തന്നെ ലോയിലാണെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ് ആണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മളൊരു ലോയറിനെ കാണുമ്പോൾ ചിന്തിക്കുക. കാരണം അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ അയാൾ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഫേം ഇട്ടിട്ട് അവിടെ വരുന്ന ക്ലയൻസിനെ ഡീൽ ചെയ്യും. അങ്ങനെ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. അതല്ലാതെ തന്നെ
എല്ലാ കോർപ്പറേറ്റ് ഹൗസസിനും ഇപ്പൊ നമ്മൾ പറയുന്ന ഈ MNCs ഒക്കെ ഉണ്ടല്ലോ, നെസ്ലെ, അതുപോലെ സീമെൻസ്, ഇതുപോലത്തെ എല്ലാ ടെക്നോളജി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എല്ലാ കമ്പനീസിലും അവർക്കൊരു IP ഡിവിഷനും IP ലീഗൽ ഡിവിഷനും ഉണ്ടാവും. അവിടേക്ക് ഒരുപാട് റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ TVSന്റെ റിക്രൂട്ട്മെന്റ് വരാറുണ്ട്, ബജാജിന്റെ റിക്രൂട്ട്മെന്റ് ഉണ്ട്. അപ്പം അങ്ങനത്തെ കമ്പനീസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലോ ഫേംസ് ഉണ്ട്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ ഡീൽ ചെയ്യുന്ന കുറെ ലോ ഫേംസ് ഉണ്ട് ഇന്ത്യയിൽ. അപ്പം അവര് വന്ന് റിക്രൂട്ട് ചെയ്യും, അവരുടെ ആ ഒരു ലോ ടീമിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യും. പിന്നെ ഹയർ സ്റ്റഡീസിന് ഓപ്ഷൻ ഉണ്ട്. LLB കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന LLM ആണ്, ലോയിലുള്ള മാസ്റ്റേഴ്സ് കോഴ്സ് ആണ്. അത് 2 ഇയർ കോഴ്സ് ആയിട്ടും 1 ഇയർ കോഴ്സ് ആയിട്ടും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. അതുപോലെ ഫ്രീലാൻസ് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. നമുക്ക് ഇപ്പം ഗ്ലോബൽ ഒരു ടാലന്റ് ആർബിട്രാജ് എന്ന് പറയും. അതായത് നമുക്ക് US-ലൊക്കെ ഉള്ള വർക്ക് നമുക്ക് ഒരു ഇൻഡിപെൻഡന്റ് ഒരു ഫ്രീലാൻസർ ആയിട്ട് നിന്ന് തന്നെ നമുക്ക് അപ്വർക്കും അങ്ങനത്തെ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പൊ അവിടുന്ന് നമുക്ക് വർക്ക് കിട്ടാനും കുറെ സ്കിൽസും ഈ ലോ മാത്രമല്ല ഈ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഫീൽഡിലുള്ളത്, നമുക്ക് മറ്റേ സ്കിൽസ് ഉണ്ട്. ഇപ്പം ഒരു പേറ്റന്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അതിനൊരു പേറ്റന്റ് സെർച്ച് നടത്തണം. ഇത് പേറ്റന്റബിൾ ആണോ ഈ ഇൻവെൻഷൻ എന്ന് അറിയണം. അതായത് ലീഗൽ പ്രൊവിഷൻസ് വെച്ചിട്ട് ഈ ഇൻവെൻഷന് നമുക്ക് ആ പേറ്റന്റ് എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പേറ്റന്റ് സെർച്ച് എന്ന് പറയുന്ന ഒരു സ്കില്ലും അങ്ങനെ ഒരു പ്രൊഫഷനും ഉണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ കോഴ്സ് പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെയാണെങ്കിൽ നമുക്ക് അതിൽ വർക്കൊക്കെ ചെയ്യാവുന്ന ഫ്രീലാൻസ് ആയിട്ട്. അപ്പം അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏത് ഫീൽഡിലേക്ക് വേണമെങ്കിലും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, പറഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു ഡൗട്ടാണ്. ഇപ്പോൾ ഒരു ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞൊരു LLBക്ക് പോകാൻ വേണ്ടി ഇരിക്കുന്ന ഒരാള് ഒരു LLB വിത്ത് എ സ്പെഷ്യലൈസേഷൻ ഓർ വിത്തൗട്ട് എ സ്പെഷ്യലൈസേഷൻ പെർസ്യൂ ചെയ്യുന്നതായിരിക്കും ബെറ്റർ? അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും. വിത്ത് സ്പെഷ്യലൈസേഷൻ കോഴ്സസ് വളരെ കുറവായിരിക്കും. ജനറലി എപ്പോഴും 3 ഇയർ കോഴ്സ് വിത്തൗട്ട് അങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ ഇല്ലാത്ത കോഴ്സസ് ആയിരിക്കും ഓഫർ ചെയ്യുക. പിന്നെ ഈ ചില ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മാത്രമാണ് നമുക്ക് ഈ IP റിലേറ്റഡ് അങ്ങനത്തെ സ്പെഷ്യലൈസേഷൻ ഒക്കെ കിട്ടുക. അപ്പോൾ ജനറലി നമുക്ക് ഏറ്റവും അവൈലബിളും ആക്സസിബിളും ആയിട്ടുള്ളത് സ്പെഷ്യലൈസേഷൻ ഇല്ലാത്ത കോഴ്സസ് ആയിരിക്കും. ഈ സ്പെഷ്യലൈസേഷൻ ഇല്ലാത്ത കോഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഏത് ലോ പഠിച്ച ആൾക്കും IP വർക്ക് ചെയ്യാം. IP തന്നെ പഠിക്കണം എന്നില്ല. അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ്. ഇപ്പം IP പഠിച്ച ഒരാൾക്ക് വേണമെങ്കിൽ കോർപ്പറേറ്റ് ലോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പം അത് പോസിബിൾ ആണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്. പക്ഷെ അധികം കോഴ്സസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സ്പെഷ്യലൈസേഷനോട് കൂടി കിട്ടുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഡൗട്ട്, +2 കഴിഞ്ഞിട്ട് ഈ ലോയർഷിപ്പിലേക്ക് ഇത് പഠിക്കാൻ പോകണോ, അതിനുശേഷം ഒരു സാധാ ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതിന് ശേഷം ഈ ഫീൽഡിലേക്ക് പോകണോ? എന്താ അതിന്റെ വ്യത്യാസം? +2 കഴിഞ്ഞിട്ട് പോകുന്ന ഒരാൾക്ക് നാഷണൽ ലോ സ്കൂൾസിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ആ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലാൻ പറ്റും. അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ ഒരു ഏർലി ഓൺ തന്നെ ലോ പഠിക്കണം എന്ന് ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് എപ്പോഴും ആ ഒരു ഗ്രാജുവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്ട്ലി 5 ഇയർ കോഴ്സിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇയർ ലാഭിക്കുകയും ചെയ്യാം നമ്മുടെ എഡ്യൂക്കേഷനിൽ. 5 ഇയർ കോഴ്സസ് 5 വർഷമാണല്ലോ. പക്ഷെ നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മളൊരു LLB എടുക്കണമെങ്കിൽ നമുക്ക് 6 ഇയേഴ്സ് എന്തായാലും ഉപയോഗിക്കും. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി പ്രാക്ടീസ് ചെയ്തൊക്കെ തുടങ്ങാം. അപ്പോൾ പലപ്പോഴും ഒരു ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ലോയിൽ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഈ 3 ഇയർ LLB കോഴ്സും നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ. അപ്പം ഇവിടെ IIT ഖരഗ്പൂരിൽ ഈ കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം LLB വിത്ത് ഹോണേഴ്സ് ഇൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് അഡ്വൈസ് ആയിരിക്കും മാർക്ക് കൊടുക്കുക? ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ ഇപ്പൊ എൻട്രൻസ് എന്തായാലും എഴുതണം, അല്ലാതെ കയറാൻ പറ്റില്ല. അപ്പോൾ
നമ്മൾ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് പോർഷനിൽ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുക, സയൻസ് ആൻഡ് മാത്സ് ഒക്കെ പറ്റുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഒരു എൻട്രൻസ് ഇതിനെ പ്രിപ്പയർ ചെയ്യേണ്ടത്. പക്ഷെ അതിനു മുമ്പ് തന്നെ നമുക്ക് ആ ഒരു ഫീൽഡിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ പറ്റിയും ഇന്നോവേഷൻസിനെ പറ്റിയും ഒക്കെ ജനറലി ഇപ്പൊ ഒരു എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ആളാണെങ്കിലും ആ ഒരു ഫീൽഡ് എങ്ങനെയാണ് ആ ഒരു ഇന്നോവേഷൻ ലാൻഡ്സ്കേപ്പ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഇതിനെപ്പറ്റി അറിയുക. പിന്നെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ജർമ്മനിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഹാർവേർഡ് ബിസിനസ് സ്കൂളുണ്ട്, ലോ സ്കൂളുണ്ട്. അപ്പം ഇവരുടെയൊക്കെ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഫോക്കസ് ചെയ്തിട്ടുള്ള ബ്ലോഗ്സും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിലൊക്കെ ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഈ IIT ഖരഗ്പൂരിൽ ഇപ്പോ പഠിക്കുന്നവരും മുമ്പ് പഠിച്ചവരും ഒക്കെ ആയിട്ടും നമുക്ക് സോഷ്യൽ മീഡിയ വഴിയൊക്കെ കണക്ട് ചെയ്യാം, അവരുടെ അഡ്വൈസസ് ഒക്കെ എടുക്കാം. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച് മാത്യൂസ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഒന്നാമത് നമ്മൾ സംസാരിച്ചത് ആർക്കും പരിചയമില്ലാത്തൊരു മേഖലയെ കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് വിവരങ്ങൾ, കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്യൂസ് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ ഹാവിംഗ് മീ. താങ്ക് യു.